ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ ഞെട്ടിരിക്കുകയാണ്. തോറ്റുപോകേണ്ട മത്സരമാണ് ഇന്ത്യ ഇന്ന് തിരിച്ചു പിടിച്ചത്. ഇപ്പോഴത്തെ ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യക്ക് ഇന്ന് കുറച്ച് റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കളി ന്യൂസിലാൻഡ് ജയിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ ഇന്ത്യ ബൗളിങ്ങിൽ കളി തിരിച്ചു പിടിച്ചു. വരുൺ ഇന്ന് മികച്ച ബൗളിംഗ് ആണ് പുറത്തെടുത്തത്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഇന്ത്യൻ ടീം കളി ജയിക്കുന്നത്? കളി ന്യൂസിലാൻഡ് ജയിച്ചെന്നാണ് ഞങ്ങൾ കരുതിയത്. ഇന്ത്യയുടെ ബൗളിംഗ് ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. എന്ത് മാജിക്കാണ് ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത്. ഇതുപോലത്തെ ബൗളേഴ്സ് ഉണ്ടെങ്കിൽ ഏത് ടീമിനും ഈസി ആയിട്ട് കപ്പ് നേടാൻ സാധിക്കും. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഫേവറേറ്റുകൾ ഇന്ത്യ തന്നെയാണ്. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ നേടുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇന്ത്യയെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. ഇന്ത്യയാണ് നമ്പർ 1 ടീം. ന്യൂസിലാൻഡ് മികച്ചൊരു ടീം തന്നെയായിരുന്നു. പക്ഷേ അവരെ പോലും ഇന്ത്യ മറികടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ സാധ്യത ഇന്ത്യക്ക് തന്നെയാണ്. കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യ ഒരു മാച്ച് പോലും തോൽക്കാതെയാണ് സെമിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. ഓസീസുമായിട്ടാണ് ഇന്ത്യക്ക് സെമിയിൽ മത്സരമുള്ളത്. വെറും 2 മാച്ച് ഇന്ത്യക്ക് ജയിച്ചാൽ ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ന്യൂസിലാൻഡിനെയും ഇന്ത്യ മറികടന്നിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ മികച്ച രീതിയിലാണ് കളിക്കുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യക്ക് ബാറ്റിങ്ങിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. ഓസ്ട്രേലിയയുമായിട്ട് ഇതുപോലെ കളിച്ചാൽ ഇന്ത്യ തോൽക്കുമെന്നത് ഉറപ്പാണ്. ബൗളിംഗ് ശരിക്കും സെറ്റാണ്. ബാറ്റിംഗ് കൂടി കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസിലാൻഡിൻ്റെ ടീമിൽ വില്യംസൺ മികച്ച കളി പുറത്തെടുത്തു. പക്ഷേ അദ്ദേഹത്തിന് ടീമിനെ വിജയിപ്പിക്കാൻ സാധിച്ചില്ല. അക്സർ പട്ടേൽ വന്ന് വില്യംസണിന്റെ വിക്കറ്റ് നേടി ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. അപ്പോൾ നമുക്ക് സെമി ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.